ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച് ദേവസ്വം മന്ത്രി. സംഗമത്തിന് ചെലവായ തുക ദേവസ്വം ബോർഡിന് തിരികെ നൽകിയെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. എന്നാൽ തുക പൂർണ്ണമായും തിരികെ നൽകിയില്ല എന്ന് SIT കണ്ടെത്തുന്നു. 3.40 കോടി രൂപ നഷ്ടമായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, വളരെ ഗുരുതരമായ കള്ളത്തരമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമാണ് നിയമസഭയിൽ പോലും ദേവസ്വം മന്ത്രി നടത്തിയത്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായ തുക തിരികെ നൽകിയെന്നുള്ള കാര്യം ദേവസ്വം മന്ത്രി പറയുന്നു. പക്ഷേ പൂർണ്ണമായും തുക നൽകിയില്ല എന്ന് SIT കണ്ടെത്തുന്നു. 3.40 കോടി രൂപ നഷ്ടമായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തെല്ലാമാണ് രാജീവ് കൂടുതൽ വിവരങ്ങൾ? വിനോദ്, ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളായിരുന്നു പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. ആദ്യമായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരുന്നു, ദേവസ്വം ബോർഡിൻ്റെ ഒരു പൈസ പോലും ഇതിൽ ചെലവാക്കരുതെന്ന്. ദേവസ്വം ബോർഡിൻ്റെ പൈസ ചെലവാക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സർക്കാരും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഇതിനുശേഷം സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് പൂർണ്ണമായും തെറ്റാണ് എന്നാണ്. ദേവസ്വം ബോർഡിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 4 കോടി രൂപയ്ക്കടുത്താണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനായി സർക്കാരിന് ചെലവായത്. ഇതുവരെ സർക്കാർ ഇതിന് പൂർണ്ണമായ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. ഹൈക്കോടതി ചോദിച്ചിട്ട് പോലും ഇതുവരെ പൂർണ്ണമായ കണക്ക് നൽകിയിട്ടില്ല. എന്നാൽ ഓഡിറ്റ് രേഖകൾ സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 4 കോടി രൂപയ്ക്കടുത്താണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 കോടി രൂപ എടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. അതായത് ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 3 കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനായി വിനിയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇത് പൂർണ്ണമായും ഇതുവരെ തിരികെ നൽകിയിട്ടില്ല എന്നാണ് ഓഡിറ്റ് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 3 കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. ഇതിനുശേഷം പറയുന്നു സ്പോൺസർഷിപ്പിലൂടെയാണ് പണം കണ്ടെത്തിയതെന്ന്. എന്നാൽ സ്പോൺസർമാർ പണം യഥാസമയം നൽകാത്തതിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്നു. ആ പണം പൂർണ്ണമായും തിരികെ നൽകിയെന്നാണ് ദേവസ്വം മന്ത്രി വാസവൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടി. അതും പൂർണ്ണമായും തെറ്റാണെന്നാണ് ഓഡിറ്റ് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പൂർണ്ണമായും പണം തിരികെ നൽകിയിട്ടില്ല, ദേവസ്വം ബോർഡ് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മന്ത്രി നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും പാലിക്കാതെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ പറയുന്ന കണക്കുകൾ ശരിയല്ല എന്നാണ് ഓഡിറ്റ് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 സ്പോൺസർമാരാണ് പ്രധാനമായും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഉണ്ടായിരുന്നത് എന്ന് സർക്കാർ പറയുന്നു. അതിലൊന്ന് കേരള ബാങ്കാണ്, ഒന്ന് ധനലക്ഷ്മി ബാങ്കാണ്, മറ്റൊന്ന് അദാനിയാണ്, അദാനി ഗ്രൂപ്പാണ്. ഈ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ 2 കോടി രൂപയാണ് കേരള ബാങ്കിൽ നിന്ന് സർക്കാർ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനിരുന്നത്. 1 കോടി രൂപ ധനലക്ഷ്മി ബാങ്ക്, 1 കോടി രൂപ അദാനി ഗ്രൂപ്പ്. ഈ രീതിയിലായിരുന്നു സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തിയത്. ഈ പണമാണ് പൂർണ്ണമായും ലഭിക്കാതിരുന്നത്. നിലവിലിപ്പോൾ ഈ 4 കോടി രൂപയ്ക്കടുത്ത് ചെലവ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനായി അതിനുമൊക്കെ അപ്പുറത്തേക്ക് പണം ചെലവഴിച്ചിരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പൂർണ്ണമായും പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ആ രീതിയിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് എന്നതാണ്. യഥാർത്ഥ ഭക്തർക്ക് വേണ്ടിയല്ല ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് എന്ന് തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വേദിയിലുള്ളപ്പോൾ ആളൊഴിഞ്ഞ കസേരകളൊക്കെ ആയിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ ഗുരുതരമായ കൃത്യവിലോപം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ പോലും അർഹനല്ല എന്നുള്ള കാര്യം ശശികല ടീച്ചർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. രാജീവ്, വിനോദ്, തീർച്ചയായും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സർക്കാർ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നത് വൻ വ്യവസായികൾ ഇവിടേക്ക് നിക്ഷേപവുമായി എത്തും. അതായത് യഥാർത്ഥ ഭക്തരായ വ്യവസായികളുണ്ട്, അവർ നിക്ഷേപങ്ങൾ നടത്തും, അവർ സ്പോൺസർഷിപ്പ് നൽകും, ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ആവശ്യമായ പണം അവർ നൽകുമെന്നൊക്കെയായിരുന്നു. എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ അത്തരമൊരു കാഴ്ചകളോ അത്തരമൊരു വിവരങ്ങളോ ഒന്നും സർക്കാർ പറയുന്നില്ല, അല്ലെങ്കിൽ അതിന് കണക്കുകൾ പോലും പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഇതിൽ ആരൊക്കെയാണ് പണം നൽകിയിരിക്കുന്നത്, സ്പോൺസർഷിപ്പ് എന്ന് സർക്കാർ പറയുന്ന സംഭവങ്ങൾ തന്നെ എടുക്കുക
എടുക്കുകയാണെങ്കിൽ സ്ഥാപനങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് കേരള ബാങ്കാണ്. കേരള ബാങ്കിനെ കൊണ്ട് സർക്കാർ സ്പോൺസർഷിപ്പ് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിനൊപ്പം അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പിനോട് പണം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. യഥാർത്ഥ ഭക്തർ എന്ന് പറയുന്ന ആരും ഈ സ്പോൺസർഷിപ്പുമായി രംഗത്ത് വന്നിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ്. മാത്രമല്ല യഥാർത്ഥ ഭക്തരായ ആരും ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനായി കോടികൾ ചിലവഴിച്ചതിൻ്റെ കണക്കുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 4 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് എന്നതിനുമൊക്കെ അപ്പുറത്തേക്കാണ് ദേവസ്വം ബോർഡിൻ്റെ പണം കൂടി ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഒരു പണം പോലും ഇതിനുവേണ്ടി ഉപയോഗിക്കരുത്. എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന ചോദ്യം പോലും ഹൈക്കോടതിക്ക് ഉന്നയിക്കേണ്ടതായി വന്നു. ആ സമയത്താണ് സർക്കാർ പറഞ്ഞത് ഈ നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തി